അപ്പോൾ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ ശ്രുതിയും അശ്വിനും തമ്മിൽ ചെറിയൊരു പോരാട്ടവും ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം തൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അശ്വിൻ നല്ല കുട്ടിയൊക്കെ ആയിട്ട് അത്രയ്ക്ക് വഴക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വലിയൊരു പ്രശ്നത്തിലാണ് നമ്മുടെ ശ്രുതി ചെന്നപ്പെട്ടിരിക്കുന്നത്. അഞ്ജലി പറയുന്നുണ്ട് ലാവണ്യക്ക് ഇതേപോലെ ഓരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, സാരി ഉടുക്കാൻ പറയുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറയുമ്പോഴാണ് ലാവണ്യ ആ ഒരു കാര്യം പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്നും ലിവിങ് ടുഗദർ ആണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ലാവണ്യ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശ്രുതിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ശ്രുതിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ശ്രുതി ഒരുപാട് ലാവണ്യോട് വീണ്ടും വേണ്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, കല്യാണം കഴിക്കാതെ ഒന്നുമില്ലാതെ എങ്ങനെ നമ്മൾ ഒരാൾ ഇങ്ങനെ ജീവിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ ലാവണ്യ പറയണത് ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണ്, നീ ഈ ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തിൽ നീ പൊരുത്തപ്പെടാത്തതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ ശ്രുതിയെ കളിയാക്കുന്നുണ്ട്. ശ്രുതിക്ക് ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് ശ്രുതി അവിടെ ചെന്നിട്ട് സമൂസയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. കാരണം ടെൻഷൻ ഉണ്ടെങ്കിൽ ശ്രുതിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അങ്ങനെ സമൂസയൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന സമയത്താണ് അശ്വിൻ വരുന്നത്. അപ്പോൾ ശ്രുതിയെ കണ്ടുകൊണ്ടേ തന്നെ അശ്വിൻ ദേഷ്യം അശ്വിൻ മാറിപ്പോവാണ്. എന്നിട്ട് ലാവണ്യക്ക് ഒരുപാട് വഴക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അശ്വിൻ ഒരു അത്യാവശ്യപ്പെട്ട ഫയൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ലാവണ്യ ഓഫീസിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധ കുറവായതുകൊണ്ട് തന്നെ അശ്വിൻ വഴക്ക് പറയുകയും നിനക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നീ ഓഫീസിലെ കാര്യങ്ങൾ നോക്കണ്ട, നീ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, നീ ഇത്ര നിർബന്ധിച്ച് അവിടെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അങ്ങനെ അശ്വിനും ലാവണ്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിക്ക് എക്കിൾ വരുവാണ്. അപ്പോൾ അശ്വിൻ പറയും, ശ്രുതി എക്കിളെടുക്കും. അങ്ങനെ ലാസ്റ്റ് ദേഷ്യപ്പെട്ടിട്ട് അശ്വിൻ പോയി ശ്രുതിയോട് ദേഷ്യപ്പെടുകയും എല്ലാം കൊണ്ടും എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, എന്തായാലും ഞാൻ നിന്നോട് ബാക്കി പറയും, ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും അതിന്റെ പിറകെ ലാവണ്യം വെച്ച് പിടിക്കുന്നുണ്ട്. എന്നാൽ ഓരോ ടെൻഷൻ കാരണം നമുക്ക് ഇങ്ങനെ എക്കിളെടുത്ത് ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അഞ്ജലി കൊണ്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് കുഴപ്പമില്ല, നീ എന്തായാലും ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ലാവണ്യ ഈ പറഞ്ഞതിനെ പറ്റി. അപ്പോൾ അഞ്ജലിയും പറയുവാണ് ഞങ്ങൾക്കും അതിലാണ് ടെൻഷൻ, കാരണം ഇവളിങ്ങനെ പറയുന്ന സ്ഥിതിക്ക് എന്താണ് ഇനി ഇതായിത്തീരുക, മുത്തശ്ശി അറിഞ്ഞാൽ ഇനി എന്താവും എന്നൊക്കെ ഉള്ള ടെൻഷനാണ് ഞങ്ങൾക്കും. എന്തായാലും ഇതിന് മാറ്റം വരുത്താം, അല്ലെങ്കിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകും. നാളെ എന്തായാലും ഒരു പൂജ ഉണ്ടല്ലോ, ആ പൂജയിൽ ഞാൻ രാവിലെ തന്നെ എത്താം, എന്നിട്ട് ലാവണ്യ ഒരുക്കിക്കൊള്ളാം, സെറ്റാക്കിക്കൊള്ളാം, പക്ഷെ ഞാൻ ഇപ്പോൾ പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇത് പോയി നേരെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് തന്നെ ശ്രുതി താമസിക്കുന്നതിലും അമ്മായി വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് അമ്മായി പോയതിനു ശേഷം പ്രീതിയെ വിളിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രീതിയോട് അഞ്ജലി അവിടെ നടന്ന സംഭവങ്ങൾ ലാവണ്യ പറഞ്ഞതും അശ്വിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രുതി അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ലാവണ്യക്ക് ഇത് താല്പര്യമില്ലായിരിക്കാം, പക്ഷെ അശ്വിനാണ് ഇത് നിർബന്ധിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ശ്രുതി പ്രീതിയോട് സംസാരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അമ്മായി വരികയും അവിടെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ശ്രുതി എന്താ അവിടെ എന്താ ശബ്ദം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശ്യാമ വന്നിട്ടുണ്ടെന്നും, പക്ഷേ ശ്യാമ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഭയങ്കര ടെൻഷനാണെന്നും എന്താണെന്ന് അറിയത്തില്ല, നീ എന്തായാലും പോയി ചോദിച്ചു നോക്കുക, നിന്നോട് പറയും, നിന്നോട് എന്താണെന്ന് വെച്ചാൽ അവൻ തുറന്നു പറയും എന്നത് കേട്ടിട്ട് അമ്മായിയുടെയും പ്രീതിയുടെയും നിർബന്ധപ്രകാരം ശ്രുതി ശ്യാമിനോട് പോയിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുകയാണെന്നും ഇനി ഇങ്ങോട്ട് വരത്തില്ല എന്നുള്ള രീതിയിലാണ് ശ്യാമ അവിടെ സംസാരിച്ചത്. അപ്പോൾ ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തോ പറ്റി ശ്യാം സാർ, എന്താ പ്രശ്നം, ഞാൻ കാരണമാണോ, എന്നോട് ഇത്ര പിണക്കമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശ്യാമ പറയുന്നത്, ഞാൻ 1 ലക്ഷം രൂപ ആ ഒരു കടം തീർക്കാൻ വേണ്ടി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ല. പക്ഷേ ഈ ഒരു ഇത്രയും സംസ്കാരമുള്ള അല്ലെങ്കിൽ ഇത്രയും അഭിമാനമുള്ള ശ്രുതി എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനായിട്ടാണ് നിനക്ക് മടി, പക്ഷേ നേരെ അശ്വിൻ്റെ വീട്ടിൽ പോയി ജോലി ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നത്, എനിക്ക് ഇനിയും ഒരു കടം വാങ്ങിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല, പക്ഷേ ഞാനിപ്പോൾ അവിടെ അശ്വിൻ്റെ വീട്ടിൽ ജോലിക്ക് പോകുന്നത് എൻ്റെ അച്ഛയ്ക്കും അമ്മയ്ക്കും ഒരുപാട് കടങ്ങളുണ്ട്, അവരുടെ ആ ഒരു സ്ഥലവും വീടൊക്കെ തിരിച്ചു പിടിക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്, പക്ഷേ വേറൊന്നും കൊണ്ടല്ല, ഞാൻ അവിടെ ജോലിക്ക് പോയിട്ട് ആ ഒരു കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ വീട്ടുകാരെ സഹായിക്കുക മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ പൈസയും കൂടി വാങ്ങിച്ച് എനിക്ക് കടം വരുത്തി വെക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ശ്യാമിൻ്റെ ആ ഒരു തീരുമാനം നിഷേധിച്ചുകൊണ്ട് ശ്രുതി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശ്യാമിന് ഭയങ്കര ദേഷ്യം വരികയും ഞാൻ എന്തായാലും ഇനി ഇങ്ങോട്ട് വരത്തില്ല, ഞാൻ തിരിച്ചു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം ഇറങ്ങുന്നുണ്ട്. ഒരുപാട് വട്ടം ശ്രുതി പറയുന്നുണ്ടെങ്കിൽ കേൾക്കാതെ ശ്യാം ഇറങ്ങി പോവാണ്. അപ്പോൾ അമ്മായിയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അഞ്ജലിയും മനോരമയും പിന്നെ എല്ലാവരും കൂടി സിനിമയൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് TV ഒരു വാർത്ത വരുന്നുണ്ട്. വാർത്തയിൽ ഒരു യുവാവ് ഒരിടത്ത് നിന്ന് ബിസിനസ്മാൻ ആണെന്നും മറ്റൊരിടത്ത് ഡോക്ടറാണെന്നും മറ്റൊരിടത്ത് വേറെ ജോലിയാണ് എന്നൊക്കെ പറഞ്ഞ് 2-3 സ്ഥലത്ത് പല സ്ഥലത്തും പല ജോലിയാണെന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിച്ച് ആ ഒരു വിവാഹ തട്ടിപ്പ് അതിൻ്റെ ഒരു വാർത്തയായിരുന്നു വന്നത്. അപ്പോൾ ആ വാർത്ത കണ്ടിട്ട് മനോരമയും അഞ്ജലിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്ന സമയത്താണ് ശ്യാം വരുന്നത്. അപ്പോൾ ശ്യാം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ ഈ ഒരു വാർത്തയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് സ്ഥിരം ഇങ്ങനെയാണെന്നും മറ്റുള്ളവർക്ക് ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അത്ര സമയം വേണ്ട എന്നും ഈ ഒരു സമൂഹത്തിൽ സ്ഥിരം നടക്കുന്ന കാര്യമാണെന്ന് നമുക്കാണ് ഇത് ഇത്ര പ്രശ്നമായിട്ട് തോന്നുന്നത്. ഞാൻ വക്കീലായതുകൊണ്ട് തന്നെ കോടതിയിൽ ഇതുപോലത്തെ കേസുകളാണ് നിരന്തരം വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്യാം ഒരുപാട് കള്ളങ്ങൾ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അതിൽ വിശ്വസിച്ച് അഞ്ജലിയും ഇത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ശ്യാമിന് പെട്ടെന്ന് ഓർമ്മ വരുന്ന മുഖം ശ്രുതിയുടെയാണ്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശ്രുതി ഒരുപാട് വട്ടം പറഞ്ഞു, പക്ഷെ ഞാനത് കേട്ടില്ല. ഇറങ്ങി വന്നു. അപ്പോൾ ആ ഒരു ശ്രുതിയുടെ സംസാരവും ശ്രുതിയുടെ ആ മുഖമൊക്കെയാണ് ശ്യാമിന്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്നത്. എന്നാൽ ഈ സമയത്ത് ഒരു സംഭവം നടക്കുവാണ്. നമ്മുടെ അശ്വിൻ ജയിലിനുള്ളിൽ കിടക്കുകയും അശ്വിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് പെൺകുട്ടി വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി എന്ന് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ആ പെൺകുട്ടി ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്നാൽ അതോടെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അശ്വിൻ ജയിലിനുള്ളിൽ കിടക്കുന്നതും ആ പെൺകുട്ടി വന്നിട്ട് അശ്വിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുന്നതും എന്നിട്ട് അശ്വിൻ സായിറാം എന്ന പേര് വിളിക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അശ്വിൻ ജയിലിനുള്ളിൽ പോയി, ആ പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി എന്നാണ്. അപ്പോൾ ഇനി ഇതൊരു സ്വപ്നമായിരിക്കുമോ? ശ്യാമിൻ്റെയോ അല്ലെങ്കിൽ അശ്വിൻ്റെയോ ആരുടെയെങ്കിലും ഇതൊരു സ്വപ്നം മാത്രമായിരിക്കുമോ? അതോ ഇനി യാഥാർത്ഥ്യമായിരിക്കുമോ? അശ്വിൻ എന്തെങ്കിലും സംഭവിച്ച് ജയിലിലോട്ട് പോയതാണോ? അതോ ഇനി ഇത് സ്വപ്നം കണ്ട് ആ ഒരു സ്വപ്നത്തിലാണോ? ലക്ഷ്മി എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി ലക്ഷ്മിയാണോ എന്നൊന്നും നമുക്ക് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് ശ്യാമിന്റെ ചതി പുറത്താകുമോ ഇല്ലയോ? ഇനി ശ്രുതിയും അശ്വിനും കൂടി കണ്ടുമുട്ടുമോ? ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാം. അതുവരെയും ബൈ.